ഇന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതുപോലെ രാജഭരണകാലത്ത് പോലീസ് ചൗക്കികളുള്ളതായി നിങ്ങൾക്കറിയുമോ? അത്തരത്തിൽ ഇന്നും ഒരു ചൗക്കി നിലനിൽക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. ഇത് കൊടുങ്ങല്ലൂരിനും മാളയ്ക്കുമിടയിലുള്ള പുത്തഞ്ചിറയിലെ കരിങ്ങാച്ചിറ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രവുമുണ്ട്. 1811 ഇതിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിന് അത്രയധികം പഴക്കമുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയതുകൊണ്ട് ഇന്നും ഇത് വലിയ കുഴപ്പങ്ങളില്ലാതെ നിലനിന്നു പോരുന്നു. പുരാവസ്തു വകുപ്പ് ഇനിയും ഇതിനോട് അനാസ്ഥ കാണിച്ചാൽ ഇത് നശിച്ചു പോകും. നമ്മുടെ നാട്ടിലുള്ള പലരും വിമർശിക്കുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു സംഭാവന തന്നെയാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് പല വസ്തുക്കളും കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് അഞ്ചൽ പെട്ടി. ഇത് പണ്ടുകാലത്ത് എഴുത്തുകൾ കൈമാറുന്നതിന് രാജാക്കന്മാർ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതിൽ തിരുവിതാംകൂറിന്റെ മുദ്രയും ഇതിന്റെ ഏറ്റവും മുകളിൽ തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ ഒരു മുദ്ര കൂടിയുണ്ട്. അത് ഇതിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതാണ്. ഇത് പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിന് നല്ല പഴക്കവുമുണ്ട്. പഴക്കം പോലെ തന്നെ ഇതിന് അത്രയും രൂപസൗന്ദര്യവുമുണ്ട്. ഈ അഞ്ചൽ പെട്ടി നമ്മുടെ ഇന്നത്തെ പോസ്റ്റ് ഓഫീസുകളിലുള്ള പോസ്റ്റ് ബോക്സ് പോലെ തന്നെയാണ്. ഇന്ന് നമുക്ക് പോസ്റ്റ്മാൻമാരുള്ളതുപോലെ തന്നെ അന്ന് അഞ്ചലോട്ടക്കാരുണ്ടായിരുന്നു. അവർ ഈ അഞ്ചൽ പെട്ടിയിലുള്ള കത്തുകൾ എടുത്ത് ഓരോ വീടുകളിലും എത്തിക്കുമായിരുന്നു. പണ്ട് കുട്ടികൾ ഓടി നടക്കുമ്പോൾ അവരോട് പരിഹാസ രൂപേണ ചോദിക്കാറുണ്ട്, നീ എന്ത് അഞ്ചലോട്ടക്കാരനാണോ? ഓടിക്കൊണ്ട് കത്തുകൾ എത്തിക്കുന്നത് കൊണ്ടാണ് അഞ്ചലോട്ടക്കാരൻ എന്ന് പേര് വിളിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു വഴിവിളക്ക്. പണ്ടുകാലത്ത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇന്നത്തെ പോലെ ഇലക്ട്രിക് പോസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് റാന്തൽ വിളക്കുകൾ തൂക്കിയിടുന്ന പോലുള്ള ഇരുമ്പിൻ്റെ കുറ്റികളാണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. മാത്രമല്ല തിരുവിതാംകൂറിൻ്റെയും കൊച്ചി രാജ്യത്തിൻ്റെയും അതിർത്തി തിരിക്കുന്ന കൊതിക്കല്ല് എന്ന അതിർത്തിക്കല്ലും ഇവിടെ കാണാം. പണ്ടുകാലത്ത് ചരക്കുകൾ തലയിൽ ചുമടായി ചുമന്നുകൊണ്ടാണ് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘദൂരമൊക്കെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി ഇത് ഇറക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ ചുമട് ഇറക്കുവാൻ വേണ്ടിയാണ് അത്താണികൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇതിലും തിരുവിതാംകൂറിൻ്റെ പേര് പതിപ്പിച്ചിട്ടുണ്ട്. ഇനി ചൗക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 1811 സ്ഥാപിക്കപ്പെടുന്നത്. അന്നുകാലത്ത് ഇത് മുനമ്പം പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂറിന്റെ പുത്തഞ്ചിറയിലെ അതിർത്തിയാണ് കരിങ്ങാച്ചിറ. ഇവിടെയുണ്ടായിരുന്ന ഏക പോലീസ് ഔട്ട്പോസ്റ്റാണ് ഇത്. കൊച്ചി രാജ്യത്തു നിന്നുള്ള നികുതി വെട്ടിപ്പ് തടയുവാനും അവിടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുവാനും മറ്റു സാധനങ്ങളുടെ കടത്തുകൾ തടയുവാനുമുള്ള ഒരു പോലീസ് ഔട്ട്പോസ്റ്റായാണ് അന്ന് ഇത് പ്രവർത്തിച്ചിരുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പാർപ്പിക്കുവാനായി ഇതിനുള്ളിൽ ഒരു പ്രത്യേക അറയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതിനെ സംരക്ഷിക്കുവാനായി അവിടെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല. ഇത് ആർക്ക് വേണമെങ്കിലും തുറന്ന് ഉള്ളിൽ കയറാം, അവിടെ എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന രീതിയിലാണ് ഇതിൻ്റെ കിടപ്പ്. ഇവിടം ഒരു മോശം സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മദ്യപാനം, ലഹരി ഉപയോഗം മുതലായ പല അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല അധികാരികളുടേത് തന്നെയാണ്. അവർ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് കാണുവാൻ തന്നെ കിട്ടുകയില്ല. 1811 സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഏകദേശം 213 വർഷത്തെ പഴക്കം ഇതിനുണ്ട്. ഇത് ഒരു പുരാവസ്തുവായി തന്നെ അംഗീകരിച്ച് സംരക്ഷിക്കണം. കാരണം 100 വർഷം പഴക്കമുള്ള ഒരു വസ്തു അത് പുരാവസ്തുവാണെങ്കിൽ ഇതിന് അതിലും ഇരട്ടി പ്രായമുണ്ട്. ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതിയും അത്രയും മനോഹരമാണ്. കാരണം നീണ്ടു നിവർന്നു കിടക്കുന്ന പാടങ്ങളും തോടുകളും മനസ്സ് കുളിർപ്പിക്കുന്ന പല കാഴ്ചകളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇവിടുത്തെ പ്രകൃതിയുടെ മനോഹാരിതയെ വളരെയധികം ക്ഷേത്ര പരിസരമായതുകൊണ്ട് തന്നെ ആലുപോലുള്ള പല മരങ്ങളും ഇവിടെയുണ്ട്. ശുദ്ധമായ അന്തരീക്ഷവും മനോഹരമായ പ്രകൃതിയും ഒത്തിണങ്ങുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. ഇവിടുത്തെ മനോഹാരിതയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.
ഇവിടം തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു യാത്രാനുഭവം നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിച്ചേക്കാം. കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ രാജവംശത്തെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള പല സർക്കാർ സംരംഭങ്ങൾ പോലും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സംഭാവനയാണ്. KSRTC പോലും ഈ തിരുവിതാംകൂർ രാജവംശം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർ ഇവിടം ഒന്ന് സന്ദർശിച്ചു നോക്കുക.